പ്രിയപ്പെട്ടവരെ നമസ്കാരം. കൊല്ലം ബീച്ച് എന്ന് പറഞ്ഞാലേ ഒരുത്തൻ്റെ തന്ത ഉണ്ടാക്കിയതല്ല, ഒരുത്തൻ്റെ കുടുംബസ്വത്തല്ല ബീച്ച് എന്ന് പറഞ്ഞാൽ. ഒരുത്തന്മാരുടെ കുടുംബസ്വത്ത് പോലെ ഇവിടെ വന്ന് കാണിച്ചിട്ട് പോകുന്നത്. ഇത് ബീച്ച് വരുന്ന സന്ദർശകർക്ക് ഇരിക്കുവാനാണ് ഇവിടെ ഇങ്ങനെ നിർമ്മിച്ചിട്ടേക്കുന്നത്. ഇവിടെ കുറച്ച് കൊൾറാമ വെള്ളമടിച്ചിട്ടായാണോ നീ നല്ലവന്മാരാണോ ആരാന്നറിയില്ല, ഇത്രയും തെമ്മാടത്തരങ്ങൾ കാണിച്ചു വെച്ചേക്കുന്നത്. ഇവിടെ വൈകിട്ട് സമയത്ത് ഇരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ചെയ്ത് വെച്ചപ്പോൾ സമൂഹം ചോദിക്കണം, നമ്മളെപ്പോലുള്ള ഓരോരുത്തരും മൊബൈൽ ഫോണോട്ടും അപ്പോഴേ വീഡിയോ എടുത്ത് ഇത് പ്രചരിപ്പിക്കണം. അന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ളവനെയൊക്കെ പിടിക്കാൻ പറ്റും. ഇതിനകത്ത് ചോറും വെച്ചിരും എല്ലാം മാറി ഈ തിട്ടേ കൊണ്ടിട്ടേക്കുക. നോക്കിയൊന്ന് മനസ്സിലാക്കി നോക്കെ. ഇവിടേക്കാണ് മാലിന്യം കോർപ്പറേഷൻകാർ തൂത്ത് കളയാന്ന് പറയാം. ഇത് ആര് ചെയ്യും? കഴുകിക്കളയേണ്ടത്. അപ്പോൾ ഇവിടെ ആൾക്കാരിരിക്കുന്ന ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് ഈ ആഹാരം കഴിച്ചിട്ട് കുറച്ച് ചോറ് വിതരണമുണ്ട്. ചോറ് വിതരണം ചെയ്യുന്നവന്മാരാണോ അല്ലെ ചോറ് വിതരണം ചെയ്ത് മേടിച്ച് നിന്നവന്മാരുണ്ടല്ലോ, കുറച്ച് ജോലി ചെയ്യാതെ കിടക്കുന്ന ഒരുത്തന്മാർ, ജോലിക്ക് പോകാതെ കുറച്ചന്മാർ നടപ്പുണ്ട്. അവന്മാരുടെ ഈ പരിപാടിയായി കാണിക്കുന്ന പരിപാടി. ജോലി ചെയ്യാതെ കുറച്ച് എന്നുവെച്ചാൽ കാലും കൈയും ഒക്കെ തളർന്നു പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ ആ കൂട്ടത്തിൽ കുറച്ചെണ്ണം 50 എണ്ണം നല്ലതാണെങ്കിൽ 50 എണ്ണം ഇങ്ങനെ തിന്ന് കൊതിച്ചോറും പേടിച്ച് തിന്നിട്ട് ഇങ്ങനെയുള്ള തെമ്മാടത്തരങ്ങൾ കാണിക്കുന്ന ഇവനെ പോലുള്ളവരെ വീഡിയോ എടുക്കുക, അപ്പോഴേ പുറത്തേക്ക് വിടുക, പ്രചരിപ്പിക്കുക. ഉടനെ തന്നെ അവനെ നമ്മൾ അകത്തെടുക്കുന്നതായിരിക്കും. 81 29 08 93 11 വിളിച്ചാൽ മതി. ഇങ്ങനെയുള്ളവനെ കയ്യോട് പൊക്കുക. നമ്മുടെ പ്രകൃതിയായിട്ട് ചേർന്ന് കിടക്കുന്ന നമ്മളെ മനുഷ്യർക്കെല്ലാം അല്പസമയം വന്നിരിക്കുന്ന വിശ്രമിക്കുന്ന സ്ഥലമാണ് കൊല്ലം ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന പൊക്കൃത്തരം ചെയ്യുന്നമാർക്ക് വ്യക്തമായി അറിയാണ്ട ഈ ചോറ് തിന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്ട, അവിടെ തിന്ന് ഇവിടെ എല്ലാം നശിപ്പിച്ചിട്ടേക്കുക. നോക്കി വന്നിരിക്കുന്നതാണ്. ഇതാര് തുടച്ചിടും? വരുന്നവർ വെള്ളവും പേപ്പറുമായിട്ടാണോ വരുന്നത്? അല്ല, അവിടെ ഇരിക്കാൻ പറ്റാത്ത ഇതേ കണക്ക് പലയിടവും ചെയ്തിട്ടുണ്ട്. ഇതേപോലെ പല സൈഡിലും ഈ അടുപ്പിച്ച ദിവസങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ആ പ്രിയപ്പെട്ടവരെ പ്രതികരിക്കണം. ഓക്കെ, താങ്ക് യു. ഇതേ കണക്ക് ആവർത്തിക്കാതിരിക്കുക. ഓക്കെ.